പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം അബുദാബിയിൽ വിശ്വാസികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചു. ഇന്ത്യൻ പൗരാണികതയും മതേതരത്വവും നിറഞ്ഞു നിൽക്കുന്ന പ്രൗഢമായ ചടങ്ങിലായിരുന്നു ക്ഷേത്ര സമർപ്പണം. ഈ മാസം 18 മുതലാണ് ക്ഷേത്രത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുക. സുരേഷ്, അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ക്ഷേത്രം വിശ്വാസികൾക്കായി സമർപ്പിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി മോദി. എങ്ങനെയൊക്കെയായിരുന്നു ചടങ്ങുകൾ പൂർത്തിയായത്? ഏതൊക്കെ വിശിഷ്ടാതിഥികളാണ് പങ്കെടുത്തത്? എന്തൊക്കെയായിരുന്നു അവിടുത്തെ ചടങ്ങുകളൊക്കെ? സേതു, ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ക്ഷേത്രത്തിന്റെ സമർപ്പണം കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ എത്തിയിട്ടുള്ള വിശ്വാസികളെയും സന്ദർശകരെയും ഒക്കെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും UAE-യുടെ സഹിഷ്ണുത കാര്യമന്ത്രിയും ഒക്കെ അഭിസംബോധന ചെയ്യുകയാണ്. ഇപ്പോൾ ആ ചടങ്ങ് അതിന്റെ സമാപനത്തേക്ക് അടുക്കുകയാണ്. സഹിഷ്ണുത കാര്യമന്ത്രി ഷെയ്ഖ് മുബാറക് അൽ നഹിയാൻ അല്പം മുൻപ് പറഞ്ഞത് ഇന്ത്യ UAE ബന്ധം ഇന്നും നാളെയും ഭാവിയിലും ഏറ്റവും ദൃഢമായി നിൽക്കും, അതിന്റെ ഉദാഹരണമാണ് ഇതെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത്രത്തോളം ഇന്ത്യയും UAE തമ്മിലുള്ള ബന്ധം ഇതൊരു ക്ഷേത്രം എന്നതിനപ്പുറത്തേക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ടാണ് എല്ലാ ഭരണകർത്താക്കളും ഇതിനെ എടുത്തു പറയുന്നത്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്ന 7 ഗോപുരങ്ങൾ അതും സാഹോദര്യത്തിൻ്റെതാണ്. UAE-യിലെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അങ്ങനെ ചുരുക്കത്തിൽ ഒരു ക്ഷേത്രം എന്നതിനപ്പുറത്തേക്ക് ഒരു തീർത്ഥാടന കേന്ദ്രം. ഇനി അറബ് ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്, ശിലാക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ മതേതരത്വത്തിന്റെ ഒരു പ്രതീകം, അങ്ങനെ ഒരു ബഹുമുഖ പ്രതീകമായി നമുക്ക് ഈ ക്ഷേത്രത്തിനെ കാണാം. അതിന്റെ ക്ഷേത്ര സമർപ്പണ ചടങ്ങുകളുടെ ഭാഗമായുള്ള ക്ഷേത്രത്തിന്റെ പ്രാണൻ നൽകുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളോടുകൂടിയാണ് ഇന്നത്തെ ചടങ്ങ് ആരംഭിച്ചത്. രാവിലെ 7 മണിക്ക് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങി. അത് ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ടു നിന്നു. അതിനുശേഷം ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി, ഐക്യത്തിന്റെയും ഒക്കെ ആയിട്ടുള്ള ചടങ്ങുകൾ, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടന്നു. വൈകുന്നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന്റെ സമർപ്പണത്തിനായി ഇവിടെ എത്തിയത്. 5 മണിയോടുകൂടി ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ശരി സുരേഷ്, പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ക്ഷേത്ര ഉദ്ഘാടനം എന്നതിലപ്പുറം ഇന്ത്യ UAE എന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹിഷ്ണുത, നയതന്ത്ര ബന്ധം, പരസ്പര സ്നേഹം ഇതൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായി മാറുകയായിരുന്നു ഇന്നത്തെ ഈ ക്ഷേത്രോദ്ഘാടന ചടങ്ങ്. ഇവിടെ ഇനി സന്ദർശകർക്കൊക്കെ എന്നാണ് പ്രവേശനം തുടങ്ങുക? ഇന്ന് സന്ദർശകർ അവിടെ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ഇന്ന് മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ നടന്നത്? അതാണ് മതേതരത്വത്തിന്റെ ഒരു പ്രതീകമായിട്ട് മാറുകയാണ്. ഈ ശില കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രം ശിലാക്ഷേത്രമാണ്. ആ ശില പോലെ തന്നെ ഉറച്ചു നിൽക്കുന്ന ഇന്ത്യ UAE ബന്ധം, അതോടൊപ്പം തന്നെ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന സങ്കല്പം അത് പൂർണ്ണമായും ശിലകളിൽ ആവാഹിച്ചിട്ടുണ്ട്. അറബ് സംസ്കാരമുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ പൗരാണിക കഥകളുണ്ട്, രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്. അങ്ങനെ എല്ലാ രൂപങ്ങളും എല്ലാ ശില്പങ്ങളിൽ കൊത്തിയിട്ടുള്ളതാണ് ആ ശില്പത്തിൽ. ക്ഷേത്രത്തിന് ചുറ്റും നമ്മൾ കാണുന്ന ശില്പം ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രം എന്നതിന് അപ്പുറത്തേക്ക് ഇത് ഒരു മതേതരത്വത്തിന്റെ ഒക്കെ മുഖമാണ് ഇതിൽ കാണാം. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടേക്കുള്ള സന്ദർശനത്തെ കുറിച്ചാണ് ഏറ്റവും പ്രധാനമായി എല്ലാവരും ഓർത്തിരിക്കേണ്ടത്. ഈ മാസം 18 ശേഷമാണ് സന്ദർശനം അനുവദിക്കുക. അതും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് 18 മുതൽ ഈ മാസം 31 വരെ, ഈ മാസം 29 വരെ ഈ മാസം 29 വരെ സന്ദർശനം അനുവദിക്കുക. അതിനുശേഷം മാർച്ച് 1 മുതലാണ് മറ്റുള്ളവർക്ക് സന്ദർശനം അനുവദിക്കുക എന്ന് പറയുന്നുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വരാം. ഇവിടെ വർഗ വർണ്ണ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും വന്ന് ഇവിടെ സമയം ചെലവഴിച്ച് പ്രാർത്ഥിച്ച് ഇതെല്ലാം കണ്ട് ഇത് നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുന്ന് മടങ്ങാം. അതുകൊണ്ട് തന്നെ അറബ് ലോകത്തെ ഈ ക്ഷേത്രത്തിന് ഒരു ക്ഷേത്രം എന്നതിനപ്പുറത്തേക്ക് വലിയ സന്ദേശം കൂടി ലോകത്തിന് നൽകുന്നുണ്ട്.